ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി അറക്കൽ അഷ്റഫ് ഖാൻ്റെ മോൻ്റെ ഫൈസലിൻ്റെ കല്യാണത്തിന് നമ്മൾ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം കാലത്ത് 10 മണി. വില്ലയുടെ പുറത്തിറങ്ങിയുമ്പോൾ കണ്ട കാഴ്ചകളാണിത്. ആൾക്കാരൊക്കെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട വെള്ള കൊട്ടാരം ഇന്ന് ജനസാഗരം കൊണ്ട് നിറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പന്തലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറേ ലോങ് നിന്നുള്ള ടീമുകൾ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അവിടെ ഫസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെൽക്കം ഡ്രിങ്കാണ് കിട്ടുന്നത്. ഇഷ്ടമുള്ള വെള്ളം കുടിക്കുക. ഞാൻ കുടിച്ചത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. അത് കഴിഞ്ഞ് നേരെ അകത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ ഫുൾ കാലിയായിരുന്നു. ഇപ്പോൾ ഇതാ ജനസാഗരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇന്ന് അഷ്റഫ് ഖാൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് 50 കുടുംബാംഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് 25 പെൺകുട്ടികളുടെ കല്യാണം എന്നാണ്. അപ്പോൾ 25 വധുവരന്മാരാകുമ്പോൾ 50 ഫാമിലിയുടെ വീട്ടുകാരും നാട്ടുകാരും ഇന്നിവിടെ അണിച്ചിരിക്കുകയാണ്. ഇത് അറക്കൽ അഷ്റഫ് ഹാജിക്ക് ആദ്യത്തെ അനുഭവമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അന്ന് പാവപ്പെട്ട 10 കുട്ടികളെയാണ് അദ്ദേഹം കെട്ടിച്ചയച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ 10-ൽ നിന്നും 25-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ കാലത്തന്നെ ആയ കാരണം വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും ഒന്നിരുന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് മട്ടൻ ദം ബിരിയാണി ആയിരുന്നു. ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടൊരു ഫുഡ് കഴിച്ച് ഫുഡ് രക്ഷയില്ല കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ഹാളിലെത്തിയുമ്പോൾ അവിടെ നിൽക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കത്തിലായിരുന്നു എല്ലാവരും. അഷ്റഫ് ഹാജിയുടെ മകൻ ഫൈസലിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഈ അനുഗ്രഹീതമായ സദസ്സിൽ നടക്കാനിരിക്കുന്നത് സ്നേഹപൂർവം ഈ നിക്കാഹ് സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടി, സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സാന്നിധ്യം അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും കൗണ്ടറുകളിലേക്ക് ബന്ധപ്പെട്ടവർ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ നിന്ന് ബന്ധപ്പെട്ട വരനെയും വലിയനെയും ബന്ധപ്പെട്ടവരെയും സ്റ്റേജിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിക്കാഹിന്റെ സമയം സമാരംഭിക്കുകയായി. പൂവഞ്ചിന പുള്ളിശ്ശേരി ഹൗസിൽ അബ്ദുൽ ഹാരിഫ് മകൾ സാനിയയും തമ്മിലുള്ള വിവാഹത്തോടനുബന്ധിച്ച് 50 യുവതീ യുവാക്കളുടെ അനുഗ്രഹീതമായ കർമ്മം കൂടി നമ്മൾ നിർവഹിക്കപ്പെടുകയാണ്. നിക്കാഹിന്റെ അനുബന്ധ കർമ്മങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അനുഗ്രഹീതമായ നിക്കാഹ് കർമ്മത്തിന് സാദാത്തുക്കളും പണ്ഡിത ശ്രേഷ്ഠരും നേതൃത്വം കൊടുക്കും. ഒരൊറ്റ ഖുതുബ നിർവഹിച്ച് ഒരേ സമയത്ത് 22 നിക്കാഹുകളും നടന്ന് ശേഷം ഒരു പ്രാർത്ഥന നടത്തുന്നതാണ് വളരെ ഹ്രസ്വമായ എന്നാൽ പ്രൗഢമായ നമ്മുടെ ചടങ്ങ്. ഉസ്താദ് ഉബൈദ് സഖാഫി അൽ അസരി ഖുതുബക്ക് നേതൃത്വം നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. والله واسع عليم. وقال النبي صلى الله عليه وسلم في الحث على النكاح അങ്ങനെ നിക്കാഹെല്ലാം കഴിഞ്ഞ് വധുവരന്മാരെ സ്റ്റേജിലേക്ക് ആനയിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. പറയാനുള്ളത് കഴിഞ്ഞ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. 25 നിക്കാഹ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 നിക്കാഹല്ല, 22 നിക്കാഹാണ്. 22 നിക്കാഹും 4 പേർ അന്യ സമുദായത്തിൽപ്പെട്ട വധുവരന്മാരാണ്. അതിന് അഷ്റഫ് ഹാജിയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇന്നത്തെ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നവർ ഇതൊന്ന് കാണണം. അങ്ങനെ അവർ പരസ്പരം മാല കൈമാറി അതിനുശേഷം ആഭരണങ്ങൾ കൈമാറുന്ന കാഴ്ചയാണ്. അത് നമുക്ക് കാണാം.
ആഭരണം കൈമാറലും ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞ് ഞാനിതാ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അകത്തോട്ട് കയറി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1 മണി ആവാറായി. ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് കിച്ചൻ്റെ അടുത്ത് എല്ലാം പറയുന്നതൊക്കെ മറന്നു ഇതിനകത്ത് കയറിയുമ്പോൾ. എന്നിരുന്നാലും പുറത്ത് ഇപ്പോഴും നല്ല തിരക്കാട്ടോ. നമ്മളെ ഒഴിഞ്ഞു കിടക്കുന്ന പാടമാണ് ഈ കാണുന്നത്. ഈ നാട്ടുകാർക്കെല്ലാം ഇതൊരു കൗതുക കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ഈ പാടത്ത് ഇങ്ങനെയൊരു വലിയൊരു കൊട്ടാരം പോലെ പന്തൽ കെട്ടി അതിൽ 10,000-കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് അതിൽ നല്ലൊരു കാഴ്ചയായിരുന്നു. കണ്ണിന് നല്ലൊരു വിരുന്നായിരുന്നു. ഇതിനെല്ലാം വഴിയൊരുക്കിയ അറക്കൽ അഷ്റഫ് ഹാജിക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.